പ്രേക്ഷകരും വീട്ടുകാരും കഴിഞ്ഞ ഒന്ന് രണ്ടാഴ്ചകളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമുണ്ട്. അത് ജിൻഡോയ്ക്ക് പ്രത്യേകിച്ച് ഇപ്പോൾ കളിക്കുവാൻ ഗെയിമൊന്നുമില്ല. ജിൻഡോ ആകെപ്പാടെ ഓഫായിട്ടിരിക്കുകയാണ്. ജിൻഡോ ഒന്ന് എഴുന്നേൽക്കണം, ജിൻഡോ ഒന്ന് ഫയർ ആകണം എന്നുള്ളത്. പക്ഷേ ഇന്നത്തെ എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ എല്ലാം പൊളിച്ചടുക്കുന്നതാണ് കാണുവാൻ കഴിയുക. ചിരിയടക്കുവാൻ കഴിഞ്ഞില്ല. സത്യത്തിൽ നമ്മുടെ ഈ ജിൻഡപ്പന്റെ ഓരോരോ ലീലാവിലാസങ്ങൾ, ഗെയിം ഏതൊക്കെ രീതിയിൽ എങ്ങോട്ടൊക്കെ വഴിതിരിച്ചു വിടണം, ഏതെല്ലാം രീതിയിൽ പൊട്ടിത്തെറി ഉണ്ടാക്കണം, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചെല്ലാം വളരെ കൃത്യമായിട്ട് പ്ലാൻ ചെയ്തുകൊണ്ടാണ് നടക്കുന്നത്. ആളതിനകത്ത് വലിയ പ്രകടനമൊന്നും കാണിക്കുന്നില്ലെങ്കിലും വളരെ സൈലന്റ് ആയിട്ട് പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. എന്തായാലും ലാലേട്ടൻ ഇന്ന് കുറെ കാര്യങ്ങളൊക്കെ തുറന്നങ്ങ് അടിച്ചു കളഞ്ഞു. അത് കണ്ടപ്പോൾ എൻ്റെ മനസ്സ് പറഞ്ഞൊരു കാര്യമുണ്ട്, ഇതൊക്കെയാണ് ബിഗ് ബോസിലെ ഗെയിം, ഇങ്ങനെയൊക്കെ ആകണം ബിഗ് ബോസിലെ ഗെയിം. അതായത് കഴിഞ്ഞ ആഴ്ചയിൽ ജാസ്മിൻ ഒറ്റയ്ക്ക് ഗാർഡൻ ഏരിയയിൽ ഇരിക്കുമ്പോൾ രാത്രിയിൽ ജിൻഡോ ജാസ്മിന്റെ അരികിലേക്ക് ചെല്ലുന്നുണ്ട്. എന്നിട്ട് ജാസ്മിനോട് പറഞ്ഞൊരു കാര്യമുണ്ട്, നിന്റെ ഫയർ എല്ലാം പോയിരിക്കുകയാണ്, നീ ആകെപ്പാടെ ഡൗൺ ആയിരിക്കുകയാണ്, നീ ഇങ്ങനെയൊന്നും ആകരുത്, നീ ഒന്ന് എഴുന്നേൽക്കണം, നീ ഒന്ന് കത്തണം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെ സംസാരിച്ചു വരുന്ന കൂട്ടത്തിൽ മനഃപൂർവ്വം എടുത്തിട്ടതാണ് ഈ അൻസിബ വിഷയം. കാരണം ജിൻഡോയ്ക്ക് ശരിക്കും അറിയാം അൻസിബയും ജാസ്മിനും തമ്മിൽ ബദ്ധശത്രുതയുള്ള ആൾക്കാരാണ്. പുറമെ ഒന്നും കാണുന്നില്ലെങ്കിൽ പോലും അകത്ത് രണ്ടുപേർക്ക് നല്ല കലിപ്പുണ്ട് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു മരുന്ന് അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇത് പൊട്ടിത്തെറിക്കുകയാണെന്നുണ്ടെങ്കിൽ ആരെങ്കിലും ഒരാൾക്ക് ഇത് നെഗറ്റീവായി മാറും. അപ്പോൾ പറഞ്ഞു വരുന്നതിനിടയിൽ ജിൻഡോ പറയുന്നുണ്ട്, നീ പഴയതുപോലെയല്ല, പഴയ ജാസ്മിനാണ് ഫയർ, ആ ഒരു ലെവലിലേക്കൊക്കെ വരണമെന്ന്. ജാസ്മിൻ ഇന്ന് അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ആ പരിപാടി അങ്ങ് മനസ്സിലിരിക്കട്ടെ, നിങ്ങളുടെ പൂതി എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം, ഞാൻ ഇനി ആ അവസ്ഥയിലേക്ക് മടങ്ങി വരില്ല, ആ പഴയ ജാസ്മിനെ നിങ്ങൾക്കിനി കാണാനും കഴിയില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ജിൻഡപ്പൻ പീപ്പിൾസ് റൂമിലേക്ക് പോവുകയും ഋഷിയും അഭിഷേകും അൻസിബയും കൂടി ഇരിക്കുന്ന സ്ഥലത്ത് ഈ കോൺവെർസേഷൻ ഒരല്പം ഊതിപ്പെരിപ്പിച്ച് അങ്ങോട്ടിട്ട് കൊടുത്തു. അത് ഇന്ന് അവസാനം ജിൻഡപ്പൻ തന്നെ സമ്മതിക്കുകയും ചെയ്യുന്നുണ്ട്. ഒരു കഥയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറയുന്ന സമയത്ത് ഇവിടെ പറയുന്നതായിരിക്കില്ല ചിലപ്പോൾ അവിടെ പോയി പറയുന്നത്, അത് എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള രീതിയിൽ പറയുകയാണ്. അപ്പോൾ അൻസിബയുമായിട്ട് സംസാരിക്കുന്ന സമയത്ത് ജാസ്മിൻ പറഞ്ഞ ചില കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അൻസിബയോടൊന്നും സംസാരിക്കാൻ പറ്റില്ല, അൻസിബ എന്തെങ്കിലും സംസാരിച്ചാൽ തിരികെ പ്രതികരിക്കാതെ പോകും, തനിക്ക് കേൾക്കണ്ട എന്ന് പറഞ്ഞ് ചെവി പൊത്തിപ്പിടിച്ചുകൊണ്ട് ഓടി പോകാറുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് അൻസിബയാണ് ശരിക്കും പറയുന്നത്, ജാസ്മിൻ എന്നെ പേടിയാണ്, അവൾക്ക് അറിയാം എന്നോട് മുട്ടാൻ വന്നു കഴിഞ്ഞാൽ എൻ്റെ വായിൽ നല്ലത് കേൾക്കുമെന്ന്. ജാസ്മിൻ ഇവിടെ എല്ലാവരുടെയും മുട്ടാൻ പോകുന്നത് പോലെ എന്താ എൻ്റെ അടുക്ക വരാത്തത് എന്നൊക്കെ അൻസിബയാണ് ചോദിക്കുന്നത്. സത്യത്തിൽ ഇന്നത്തെ സംസാരത്തിനുള്ളിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജാസ്മിന് പിടികിട്ടിയില്ല ഈ പേടി എന്ന് പറയുന്നത് ആര് പറഞ്ഞതാണ് എന്നുള്ളത്. ശരിക്കും അൻസിബയാണത് പറയുന്നത് അവിടെ. ഇന്നത്തെ എപ്പിസോഡിൽ ഈ വിഷയം എടുത്തിടാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ കഴിഞ്ഞ 1-2 ദിവസങ്ങളായി കേൾക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്യുന്ന ഒരു വിഷയമായിട്ട് തന്നെ ഇതിനെയും പരിഗണിക്കണം. ഫിനാലെ വീക്കിലേക്ക് എത്തുകയാണ്. മാക്സിമം ജിൻഡപ്പനെ നെഗറ്റീവ് ആക്കുക, ഔട്ടാക്കുക എന്നൊരു പർപ്പസ് കൂടി ഇതിനകത്തുണ്ടെന്ന് വെച്ചോളൂ. അതിൻ്റെ ഒരു ഭാഗമായിട്ടും കൂടിയാണ് ഈ പരസ്യ വിചാരണയൊക്കെ നടക്കുന്നത്. എന്തായാലും കാര്യങ്ങളുള്ളത് തന്നെയാണ്. ജിൻഡോ കളിച്ച ഒരു ഗെയിമായിരുന്നു അത്. കാര്യങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അൻസിബയ്ക്കും ഞെട്ടലായി, ജാസ്മിനും ഞെട്ടലായി. കാരണം രണ്ടു പേരോടും രണ്ട് രീതിയിലാണ് സംസാരിച്ചിരിക്കുന്നത്. പക്ഷേ ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ജിൻഡപ്പൻ പ്ലാൻ ചെയ്ത് വന്ന സംഗതി അവിടെ നടന്നില്ല. ഈ ജാസ്മിൻ ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് കൊളുത്തി കൊടുത്തു കഴിഞ്ഞാൽ പണ്ടൊക്കെ അതിൻ്റെ പുറകെ പിടിച്ച് കയറി അങ്ങ് പോവുമായിരുന്നു. പക്ഷേ അങ്ങനെ ഒരു നീക്കം ജാസ്മിൻ നടത്തിയില്ല. അങ്ങനെ പഴയ ജാസ്മിൻ ആയിരുന്നെങ്കിൽ ഉറപ്പായിട്ടും അൻസിബയുമായിട്ട് ഒരു പോരാട്ടം അവിടെ നടക്കാൻ സാധ്യതയുണ്ടായിരുന്നു. അതിനുവേണ്ടി തന്നെയാണ് അദ്ദേഹം പറയുകയും ചെയ്യുന്നത്, നീ ഇപ്പോൾ പോയി അൻസിബയോടൊന്ന് സംസാരിച്ച് നോക്കിയേ, പഴയ അൻസിബയൊന്നും അല്ല, ചെവി പൊത്തിക്കൊണ്ട് പോകുന്ന അൻസിബയൊന്നും അല്ല, പറയാൻ തുടങ്ങി കഴിഞ്ഞാൽ മുഖത്ത് നോക്കി ഉള്ള കാര്യം പറയും, ഒന്ന് സംസാരിച്ച് നോക്ക് ധൈര്യം ഉണ്ടെങ്കിൽ എന്നുള്ള രീതിയിൽ ഒന്ന് എരികേറ്റി കൊടുക്കുകയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബിഗ് ബോസിനകത്തുള്ള മൈൻഡ് ഗെയിം പലപ്പോഴും ഈ രീതിയിലൊക്കെ തന്നെയാണ് മുൻപോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഒടുവിൽ കാര്യങ്ങളെല്ലാം വെളിച്ചത്ത് വന്നു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ഒന്നും അറിഞ്ഞില്ല എന്നുള്ള രീതിയിൽ ആ പാവത്താനെ പോലെയുള്ള ജിൻഡോയുടെ ആ നിപ്പ് കണ്ടപ്പോൾ എനിക്ക് സത്യത്തിൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ, ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതിനെ എനിക്കൊരിക്കലും ഒരു കുത്തിത്തിരിപ്പെന്നോ ശത്രുതയുണ്ടാക്കാൻ വേണ്ടിയുള്ള ശ്രമമെന്നോ ഒന്നും കാണുവാൻ സാധിക്കുന്നില്ല. സത്യത്തിൽ അതിനകത്ത് ഒരു ക്ലാഷ് ഉണ്ടാകട്ടെ, അവർ തമ്മിലൊന്ന് അടിക്കുന്നെങ്കിൽ അടിച്ചോട്ടെ, അങ്ങനെ ഒരിളക്കം ഉണ്ടാകട്ടെ എന്നുള്ള രീതി മാത്രമാണ് താൻ ഉദ്ദേശിച്ചത്. പക്ഷേ നിർഭാഗ്യവശാൽ സംഗതി വർക്കൗട്ടായില്ല. ബിഗ് ബോസ് മലയാളം സീസൺ 6 ജിൻഡപ്പനെ ഇനി ആരും മണ്ടൻ എന്ന് പറയരുത്. ഇപ്പോഴും മണ്ടൻ മണ്ടൻ എന്നുള്ള ധാരാളം കമന്റുകൾ കമന്റ് ബോക്സുകളിൽ നിരന്നു വരുന്നത് കാണുവാൻ സാധിച്ചിട്ടുണ്ട്. അയാള് മണ്ടനല്ല, അയാള് നല്ല ഒന്നാന്തരം മിടുക്കനാണ്, മിടുമിടുക്കൻ എന്ന് തന്നെ പറയണം. എന്തായാലും ഫൈനൽ 5 യാത്രയിൽ അങ്ങനെയൊന്നും ജിൻഡോയെ എഴുതി തള്ളാൻ പറ്റില്ല എന്നുള്ള കാര്യം 100% ഉറപ്പാണ്.